കേരളത്തിലെ കാഴ്ചാ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ ബ്രെയിലി ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നില്ല. ഇതോടെ പഠിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ളത്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ ഉണ്ടായിട്ടും ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അധികൃതർ ശ്രദ്ധ നൽകുന്നില്ല എന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ പരാതിപ്പെട്ടു. അങ്ങനെ ചെന്നൈ നഗരത്തിൽ നിന്നും 100 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട ദ്വീപ് അദ്ദേഹം കണ്ടെത്തി. കാഴ്ചപരിമിതിയുണ്ടെങ്കിലും തന്റെ സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറകുകൾ നൽകാനുള്ള പരിശ്രമത്തിലാണ് ആയിഷ സമീഹ. ഉയരെ പറക്കാൻ ആയിഷയ്ക്ക് പഠിക്കണം. എന്നാൽ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഹയർ സെക്കൻഡറിയിൽ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങളില്ല. പരിശ്രമങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധിയായി ഈ അവസ്ഥ. കോഴിക്കോട് നല്ലളത്തുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആയിഷ പഠിക്കുന്നത്. +1 മുതൽ പരസഹായമില്ലാതെ പഠിക്കാൻ കഴിയുന്നില്ല ആയിഷ ഉൾപ്പെടെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ്. +1 ആയപ്പോൾ ബ്രെയിൽ ബുക്ക് കിട്ടുന്നില്ല, അവർ പ്രിന്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. PDF ഒക്കെ നോക്കി അങ്ങനെ പഠിക്കണം. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് PDF ഒക്കെ വായിച്ചു തരാൻ സൈറ്റഡ് ആയിട്ടുള്ള ആളുകളില്ല. അപ്പം ഭയങ്കര പ്രയാസമാണ്. PDFs ഒക്കെ ആരെങ്കിലും വായിച്ചു തരും, പിന്നെ ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കും. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. മക്കളുടെ ബുദ്ധിമുട്ട് മാതാപിതാക്കൾക്കും വേദനയാണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലല്ല. ഇപ്പം കാലമൊക്കെ പുരോഗമിച്ചുള്ള സംവിധാനങ്ങളൊക്കെ കൂടിയിട്ടും ഇവരുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു പരിഭവമാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും ഇവർക്കും തുല്യാവകാശമുണ്ട്. ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ആവശ്യപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനുൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുണ്ട് കുടുംബം. ആയിഷ സമീഹയെ പോലെ മിടുക്കരായ വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പഠിച്ച് ഇവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നവർ. അധികാരപ്പെട്ടവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി നൽകിയാൽ ആയിഷയെപ്പോലുള്ളവർക്ക് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകും. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ടി നന്ദഗോപാൽ തന്നെ ചേരുന്നുണ്ട്. നന്ദു, ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു. ഈ ഭിന്നശേഷിക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അനീഷ, അതായത് നമ്മളിപ്പോൾ കണ്ടത് ഈ ആയിഷയുടെ മാത്രം ഒരു അവസ്ഥയല്ല. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കാഴ്ച പരിമിതിയുള്ള എല്ലാ കുട്ടികളും സമാനമായ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് 10ാം ക്ലാസ് വരെ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം +1ലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു സംവിധാനം നിർത്തലാക്കുന്നത്. അവിടെ അധികൃതർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, ഓഡിയോ ബുക്കുകളുണ്ട്, അത് കൂടുതൽ എളുപ്പമായി കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ +1ലെ പുസ്തകങ്ങൾ ബ്രെയിൽ ലിപിയിലേക്ക് മാറ്റുമ്പോൾ അത് വലിയ രീതിയിൽ കട്ടി കൂടും. പുസ്തകങ്ങൾക്ക് കുറേ അധികം പേജുകൾ ഈ പുസ്തകങ്ങൾക്ക് വേണ്ടിവരുമെന്നുള്ളതാണ് അധികൃതരുടെ ഒരു വാദം. പക്ഷേ ആയിഷയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഈ ഓഡിയോ ബുക്കുകളൊന്നും തന്നെ അവർക്ക് പര്യാപ്തമല്ല പഠിക്കാൻ എന്നുള്ളതാണ്. ആയിഷയെ പോലുള്ളവർ ഹോസ്റ്റലുകളിൽ നിന്നാണ് ഇങ്ങനെ പഠനം പൂർത്തിയാക്കുന്നത്. ഇവിടെ ആരെങ്കിലും വായിച്ച് കേൾപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ കുട്ടികൾക്കൊക്കെ പഠനം നടത്താൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് പകരം ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ ലഭിച്ചാൽ അവർക്ക് സ്വന്തമായി ഇരുന്ന് പഠിക്കാൻ സാധിക്കും. ആയിഷ ഉൾപ്പെടെ പറയുന്നത് പഠിച്ച കുറേ അധികം കാര്യങ്ങളിലേക്ക് ഈ കുട്ടിക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പരസഹായമില്ലാതെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി ആയിഷയ്ക്ക് മാറുകയാണ്. ആയിഷയ്ക്ക് മാത്രമല്ല, ആയിഷയോട് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക്, ഇങ്ങനെ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് അത് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഏതായാലും ഇവരുടെ MLA മന്ത്രി കൂടെയായ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉൾപ്പെടെ സമാനമായ വിഷമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആയിഷയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനും അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആയിഷയുടെ ഉൾപ്പെടെ കുട്ടികളുടെ വിഷമങ്ങൾ കണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.